ചോദ്യം നമ്പർ 58. എം.ടിയുടെ കൃതിയായ ആൾക്കൂട്ടത്തിൽ തനിയെ ഏതു വിഭാഗത്തിൽ പെടുന്നു? യാത്രാവിവരണം. എം.ടിയുടെ ആൾക്കൂട്ടത്തിൽ തനിയെ യാത്രാവിവരണം വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്. ചോദ്യം നമ്പർ 59. പുതിയ അക്ഷരമാലയുടെ പ്രതിഷ്ഠയ്ക്കു വേണ്ടി എഴുത്തച്ഛൻ നിർമ്മിച്ചിട്ടുള്ള കൃതിയാണ് ഹരിനാമ കീർത്തനം. ഈ പ്രസ്താവം ആരുടേതാണ്? കെ.പി. നാരായണ പിഷാരടി. പുതിയ അക്ഷരമാലയുടെ പ്രതിഷ്ഠയ്ക്കു വേണ്ടി എഴുത്തച്ഛൻ നിർമ്മിച്ചിട്ടുള്ള കൃതിയാണ് ഹരിനാമ കീർത്തനം. ഈ പ്രസ്താവം കെ.പി. നാരായണ പിഷാരടിയുടേതാണ്. ചോദ്യം നമ്പർ 60. താഴെ പറയുന്നവയിൽ പൂന്താനത്തിന്റെ കൃതിയായി കണക്കാക്കുന്നത് ഏതിനെ? 108 ഹരി. 108 ഹരി പൂന്താനത്തിന്റെ കൃതിയാണ്. ചോദ്യം നമ്പർ 61. കേരളത്തിലെ ചുമർചിത്രങ്ങൾ എന്ന കൃതി രചിച്ചതാര്? എം.ജി. ശശിഭൂഷൺ. കേരളത്തിലെ ചുമർചിത്രങ്ങൾ എന്ന കൃതി രചിച്ചത് എം.ജി. ശശിഭൂഷൺ. ചോദ്യം നമ്പർ 62. സമഗ്ര ജീവിതശൈലിയാണ് സംസ്കാരം എന്ന് പറഞ്ഞത് റെയ്മണ്ട് വില്യംസ്. സമഗ്ര ജീവിതശൈലിയാണ് സംസ്കാരം എന്ന് പറഞ്ഞത് റെയ്മണ്ട് വില്യംസ്. ചോദ്യം നമ്പർ 63. കാടുകളുടെ താളം തേടി എന്ന സഞ്ചാര സാഹിത്യകൃതി എഴുതിയത് സുജാതാ ദേവി. കാടുകളുടെ താളം തേടി എന്ന സഞ്ചാര സാഹിത്യകൃതി എഴുതിയത് സുജാതാ ദേവി. ചോദ്യം നമ്പർ 64. താഴെ പറയുന്നവയിൽ പി. കുഞ്ഞിരാമൻ നായരുടെ കൃതി അല്ലാത്തതേത്? തിരിഞ്ഞു നോക്കുമ്പോൾ. പി. കുഞ്ഞിരാമൻ നായരുടേതല്ലാത്ത കൃതി തിരിഞ്ഞു നോക്കുമ്പോൾ. പി. കുഞ്ഞിരാമൻ നായരുടേതായ കൃതികളാണ് കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. ചോദ്യം നമ്പർ 65. ലീലാതിലകത്തിന് ഉന്മീലനം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയതാര്? ആറ്റൂർ കൃഷ്ണപിഷാരടി. ലീലാതിലകത്തിന് ഉന്മീലനം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് ആറ്റൂർ കൃഷ്ണപിഷാരടി. ചോദ്യം നമ്പർ 66. ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള നോവൽ ദേവദുന്ദുഭി. ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള നോവൽ ദേവദുന്ദുഭി. ചോദ്യം നമ്പർ 67. പൗരസ്ത്യ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ താരതമ്യം ചെയ്ത മുണ്ടശ്ശേരി രചിച്ച കൃതി കാവ്യപീഠിക. പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ താരതമ്യം ചെയ്ത് മുണ്ടശ്ശേരി രചിച്ച കൃതിയാണ് കാവ്യപീഠിക.